രണ്ടു പേർ തമ്മിൽ കടുത്ത വാക്കുതർക്കം. ദൈവമുണ്ടെന്നും ഇല്ലെന്നുമാണ് വാദപ്രതിവാദങ്ങൾ. ഒന്നാമൻ ഈശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ച് വായ് തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. രണ്ടാമൻ അതിനെയെല്ലാം ശക്തമായി എതിർത്തു. മണിക്കൂറുകൾ പലത് കഴിഞ്ഞിട്ടും തർക്കം എങ്ങും എത്തിയില്ല. അതോടെ ദൈവത്തെ അംഗീകരിക്കാത്ത രണ്ടാമനോട് ഒന്നാമന് പകയായി. കോപം കൊണ്ട് ജ്വലിച്ച് അയാൾ രണ്ടാമനെ തല്ലാനൊരുങ്ങി. ചുറ്റും കൂടിയവർ രംഗം ശാന്തമാക്കിയെങ്കിലും ഒന്നാമൻ വീണ്ടും പുലമ്പിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആളുകൾ രണ്ടുപേരെയും ഒരു സന്യാസിയുടെ അടുത്തെത്തിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നാമനോട് പറഞ്ഞു, സുഹൃത്തേ, നിങ്ങൾ വാസ്തവത്തിൽ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ പ്രയോജനമില്ലാത്ത തർക്കത്തിന് സമയം പാഴാക്കുകയില്ലായിരുന്നു. അതിൻ്റെ പേരിൽ കോപിക്കുകയും ചെയ്യില്ല. പിന്നീട് അദ്ദേഹം രണ്ടാമനോട് ഇപ്രകാരം പറഞ്ഞു, ചങ്ങാതി, ദൈവമില്ല എന്ന ഉറപ്പാണ് എങ്കിൽ പിന്നെ ഇല്ലാത്ത ഒന്നിനെ ചൊല്ലി നിങ്ങൾ എന്തിനാണ് തർക്കത്തിന് പോയത്? വെറുതെ എന്തിനാണ് സമയം കളഞ്ഞത്? പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മീം ചക്രനിവാസിനീം ലളിതസംഗീതപ്രിയാം ലാകിനീം ലബ്ധൈശ്വര്യസമുന്നതിം ലയകരിം ലാസ്യപ്രിയാമാശ്രയേ ലങ്കാനായകവൈരിപൂജിതപദാം ലാവണ്യവാരാനിധിം ലക്ഷ്മീപൂജിതപാദപത്മയുഗളാം മോക്ഷാഖ്യലക്ഷ്മ്यै സദാ. ലക്ഷ്മീം ചക്രനിവാസിനീം ലളിതസംഗീതപ്രിയാം ലാകിനീം. ശ്രീചക്രത്തിൽ വസിക്കുന്ന എൻ്റെ അമ്മേ, ലളിതാ പരമേശ്വരി ദേവി, സംഗീതപ്രിയയായ എൻ്റെ അമ്മേ, ലാകിനി എന്ന ഭാവത്തിൽ വിളങ്ങുന്ന ലക്ഷ്മി ദേവി, ഞാൻ അമ്മയെ ഭജിക്കുന്നു. ലബ്ധൈശ്വര്യസമുന്നതിം ലയകരിം ലാസ്യപ്രിയാം ആശ്രയേ. ഭക്തർക്ക് ഐശ്വര്യവും ഉന്നതിയും നൽകുന്ന അമ്മേ, പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കുന്ന സംഹാരശക്തി സ്വരൂപിണി ദേവി, ലാസ്യനൃത്തം ഇഷ്ടപ്പെടുന്ന അമ്മയെ ഞാൻ ആശ്രയിക്കുന്നു. ലങ്കാനായകവൈരിപൂജിതപദാം ലാവണ്യവാരാനിധിം. ലങ്കാനായകനായ രാവണൻ്റെ ശത്രുവായ ശ്രീരാമനാൽ പൂജിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയ എൻ്റെ അമ്മേ, സൗന്ദര്യത്തിൻ്റെ സമുദ്രമായ ദേവി, ലക്ഷ്മീ പൂജിത പാദപത്മയുഗളാം മോക്ഷാഖ്യലക്ഷ്മ്यै സദാ. മഹാലക്ഷ്മിയാൽ പൂജിക്കപ്പെടുന്ന പാദപത്മങ്ങളോടുകൂടിയ എൻ്റെ അമ്മേ, മോക്ഷലക്ഷ്മി എന്ന് അറിയപ്പെടുന്ന എൻ്റെ അമ്മയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. ധരാന്തോളിതങ്ങളും ദീർഘങ്ങളുമായ കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് അമ്മയുടെ ആ കണ്ണുകളുടെ മനോഹാരിത വ്യക്തമാക്കുന്ന ഒരു മന്ത്രമാണ് 601 വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് നൽകുന്നത്. ധരാന്തോളിത ദീർഘാക്ഷി എന്നതാണ് ആ നാമമന്ത്രം. ധര അധികം ആന്തോളിത അധികം ദീർഘ അധികം അക്ഷി. ധര അല്പം അഥവാ കുറച്ച്, ആന്തോളിത ആടിക്കൊണ്ടിരിക്കുന്ന അഥവാ ഇളകിക്കൊണ്ടിരിക്കുന്ന, ചലിക്കുന്ന എന്നൊക്കെ അർത്ഥം. ദീർഘ നീളമുള്ള, അക്ഷി കണ്ണ്. ധരാന്തോളിതങ്ങളും അല്പാൽപമായി ചലിക്കുന്നവയും, ദീർഘങ്ങളും നീണ്ടവയും, അക്ഷികൾ കണ്ണുകൾ. ധരാന്തോളിതങ്ങളും ദീർഘങ്ങളുമായ കണ്ണുകൾ ഉള്ള ദേവി, അല്പാൽപമായി ചലിക്കുന്നവയും നീണ്ടവയുമായ കണ്ണുകൾ ഉള്ള ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ധരം എന്ന പദത്തിന് ഭയം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭയത്തെ ആന്തോളനം ചെയ്യുന്ന നീണ്ട കണ്ണുകളുള്ള ദേവി എന്നാവും അർത്ഥം. ഭയത്തെ നശിപ്പിക്കുന്ന നീണ്ട കണ്ണുകൾ ഉള്ള അമ്മ. കരുണാപൂർണമായി അമ്മ
ഭക്തരെ നോക്കുമ്പോൾ അവർ എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിതരാകുന്നു. എല്ലാ ഭയങ്ങളിൽ നിന്നും അഭയം നൽകുന്നവയാണ് അമ്മയുടെ ദീർഘങ്ങളായ കണ്ണുകൾ എന്ന് അർത്ഥം കിട്ടുന്നു. ഇനി ഇതിൻ്റെ മറ്റൊരർത്ഥം പറയാം. ശത്രുക്കൾക്ക് ഭയങ്കരമായി ഇളകുന്ന നോട്ടത്തോടു കൂടിയ കണ്ണുകളുള്ള ദേവി എന്നും വ്യാഖ്യാനമുണ്ട്. ശുംഭനിശുംഭന്മാർ, മഹിഷാസുരൻ, ദുർഗമൻ എന്നിങ്ങനെയുള്ള അസുരന്മാരെ വധിക്കാൻ കോപിഷ്ഠയായി നോക്കുന്ന ദേവീഭാവത്തെയും ഈ നാമം അർത്ഥമാക്കുന്നുണ്ട്. അമ്മയെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തുന്നതിന് അമ്മയുടെ കണ്ണുകളെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ടാണ് നിരവധി നാമമന്ത്രങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയുടെ കണ്ണുകൾക്കു വേണ്ടി വശിന്യാദി വാഗ്ദേവതകൾ മാറ്റിവെച്ചിട്ടുള്ളത്. ലളിതാ സഹസ്രനാമത്തിലെ 62ാമത്തെ നാമമാണ് കാമാക്ഷി. 247ാമത്തെ നാമമന്ത്രമാണ് പത്മനയന. സഹസ്രാക്ഷി 283ാമത്തെ മന്ത്രമാണ്. 281ാമത്തെ നാമമന്ത്രമാണ് ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി. 332ാമത്തെ മന്ത്രം വാമനയന എന്നുള്ളതാണ്. 432ാമത്തേത് മദഘൂർണിതരക്താക്ഷി. 454ാമത്തേത് ലോലാക്ഷി കാമരൂപിണി. 453ാമത്തെ മന്ത്രം ത്രിനയന. 477 ത്രിലോചന. മൃഗാക്ഷി എന്നതാണ് 561ാമത്തെ മന്ത്രം. 762ാമത്തെ മന്ത്രമാകട്ടെ ത്രയംബക എന്നതാണ്. 805ാമത്തെ മന്ത്രമാണ് പുഷ്കരേക്ഷണ. 936ാമത്തെ മന്ത്രം വിശാലാക്ഷി. ഇതൊക്കെ അമ്മയുടെ അതിമനോഹരമായ കണ്ണുകളെ വർണ്ണിക്കുന്നവയാണ്. ഓം ധരാന്തോളിത ദീർഘാക്ഷ്യൈ നമഃ. ഓം ഹ്രീം ധരാന്തോളിത ദീർഘാക്ഷ്യൈ നമഃ. ഓം ശ്രീം ധരാന്തോളിത ദീർഘാക്ഷ്യൈ നമഃ. ശ്രീം എന്ന ബീജമന്ത്രം ചേർത്തിട്ടുള്ള നാമമന്ത്രം കൊണ്ട് സർവ ഐശ്വര്യസിദ്ധിയും ഭാഗ്യസിദ്ധിയും ഉണ്ടാവും. ഹ്രീം എന്ന ബീജാക്ഷരം ചേർത്ത മന്ത്രം ജപിക്കുന്നവർക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുന്നു. ആഭിചാര ദോഷങ്ങളുണ്ടെങ്കിൽ അവ മാറിക്കിട്ടുകയും ചെയ്യും. അഭിപ്രായ ഭിന്നത, സാമ്പത്തിക ക്ലേശം, കാര്യവിജയം എന്നിവയ്ക്ക് ഈ മന്ത്രം ഉത്തമമാണ്. ഉത്തമനായ വരനെ ലഭിക്കുവാനും അതുപോലെ വധുവിനെ ലഭിക്കുവാനും ഈ മന്ത്രം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജപിക്കേണ്ടതാണ്. എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ മുഖമാണ് അമ്മയുടേത്. സ്വപ്നത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വദനം ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടി അമ്മയോട് കരഞ്ഞപേക്ഷിക്കും. ഒരിക്കലും മറക്കാനൊക്കാത്ത അനുഭവമായി അത് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ അമ്മയുടെ ദർശനത്തിനു വേണ്ടി പരിസരം പോലും മറന്ന് ഒരു കുഞ്ഞിനെപ്പോലെ കരയുകയും ആ ദർശനം കിട്ടിക്കഴിയുമ്പോൾ സന്തോഷം കൊണ്ട് കൊച്ചുകുട്ടികളെപ്പോലെ തുള്ളിച്ചാടുകയും ചെയ്യാറുള്ളത്. വശിന്യാദി വാഗ്ദേവതകളായ ഗുരുനാഥകൾ അമ്മയുടെ മുഖത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അടുത്ത നാമമന്ത്രമായി ദരഹാസോജ്വലന്മുഖി എന്ന് അമ്മയെ അവർ സ്തുതിക്കുന്നത്. മന്ദഹാസം കൊണ്ട് ശോഭായമാനമായ മുഖമുള്ള ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഭക്തരിലുള്ള വാത്സല്യം കൊണ്ട് ചുണ്ടുകൾ അല്പം തുറന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ അമ്മ. ഈ അമ്മയെ എത്ര കണ്ടാലാണ് മതി വരിക? എത്ര വാഴ്ത്തിയാലാണ് മതി വരിക? എത്ര സ്തുതിച്ചാലാണ് മതി വരിക? അവിടുത്തെ മന്ത്രങ്ങൾ ജപിച്ച് എൻ്റെ അമ്മേ, അമ്മ അടുത്തേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവാഹിക്കുന്ന സമയത്ത് ആദ്യത്തെ അനുഭവമായിട്ടുണ്ടാകുന്ന അവിടുത്തെ ദിവ്യമായ സുഗന്ധവും അമ്മയുടെ ദിവ്യമായ താമ്പൂലത്തിൻ്റെ സുഗന്ധവും നിറഞ്ഞ ഇളം കാറ്റ് നമ്മെ തഴുകിയെത്തും. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ
അതീവ ശക്തിമത്തായ ഒരു ശക്തിപ്രവാഹമോ ആനന്ദത്തിൻ്റെ അനുഭവമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അതിദിവ്യമായ ഒരു അനുഭൂതി. അവ അനുഭവിക്കുമ്പോൾ അവിടുത്തെ ആ ദിവ്യമായ മുഖവും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. ഒരിക്കലും മറക്കരുതേ എന്ന് എപ്പോഴും ആ മുഖം മുന്നിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ശ്രീപാദങ്ങൾ കണ്ണുനീർ കണങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. ആ സമയം ഒരിക്കലും അമ്മയോട് നമ്മളൊന്നും ആവശ്യപ്പെടില്ല. കാരണം ഇതിലധികം നമുക്കൊന്നും നേടാനില്ല എന്ന അനുഭവമാണ് ആ സമയം ഉണ്ടാവുക. വെറുതെയല്ല ഉപനിഷത്ത് പറയുന്നത്, വാക്കുകൾ ആ ചൈതന്യത്തിനടുത്ത് ചെന്നിട്ട് തിരികെ പോരുന്നു എന്ന്. കാരണം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളിലേക്ക് ഒരു തരത്തിലും ഈ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതും സാധ്യമല്ല. അനുഭവിച്ച് തന്നെ അറിയണം. ഈ മന്ത്രം കൊണ്ട് അത് തീർച്ചയായും സാധ്യമാവുകയും ചെയ്യും. ദരം എന്ന പദത്തിന് ഭയം എന്നും അർത്ഥമുണ്ട്. ദാരുകൻ, മഹിഷാസുരൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിക്കുമ്പോഴുള്ള അതിഭയങ്കരമായ അട്ടഹാസം കൊണ്ട് ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയ അമ്മ എന്ന് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു. ഓം ദരഹാസോജ്വലന്മുഖ്യൈ നമഃ. ഓം ഹ്രേം ദരഹാസോജ്വലന്മുഖ്യൈ നമഃ. അമ്മയുടെ മന്ദഹസിക്കുന്ന മുഖം ഭയത്തെ ഭയപ്പെടുത്തുന്ന ഒരു മന്ത്രമാണിത്. അമ്മയുടെ മന്ദഹസിക്കുന്ന മുഖം മനസ്സിലുള്ളപ്പോൾ ഭയത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ടാവില്ലല്ലോ. ഭയത്തിൽ നിന്നും മോചിപ്പിച്ച് വിജയത്തിൻ്റെ പാത സുന്ദരമാക്കുന്ന ഈ മന്ത്രം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം ജപിക്കുക. അമ്മ എല്ലാവരെയും എല്ലാ ആകുലതകളിൽ നിന്നും രക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.